കേരളത്തിന്റെ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് കരുത്തേകിയ അക്ഷയ പ്രോജക്റ്റിന് 23 വയസ്സ് തികയുന്നു. 2002 സംസ്ഥാനത്ത് അക്ഷയ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. അതിരുകളില്ലാത്ത സേവനത്തിന്റെ കലവറയാണ് അക്ഷയ പ്രോജക്റ്റ്. കേരളത്തിന്റെ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് കരുത്തേകിയ അക്ഷയ പ്രോജക്റ്റിന് 23 വയസ്സ് തികയുന്നു. സംസ്ഥാനത്താകെ 2600 അക്ഷയ കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. 2002 നവംബർ 18 മലപ്പുറം ജില്ലയിലാണ് അക്ഷയയുടെ തുടക്കം. പിന്നീട് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. കമ്പ്യൂട്ടർ സാക്ഷരതയായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പിന്നീട് മറ്റ് സേവനങ്ങളും അതിൻ്റെ ഭാഗമായി. സംസ്ഥാന IT മിഷന്റെ നിയന്ത്രണത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ വിവിധ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന ഔദ്യോഗിക കേന്ദ്രമായി അക്ഷയ മാറിയെങ്കിലും അതിൻ്റെ പ്രയോജനം സംരംഭകർക്ക് ലഭിക്കുന്നില്ല. വർഷങ്ങളായിട്ടും പരിഷ്കരിക്കാത്ത സേവന നിരക്കും ആധാർ സേവനങ്ങൾ നൽകിയ തുക 1 വർഷത്തിലേറെയായി ലഭിക്കാത്തതും സംരംഭകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സേവനങ്ങളുടെ എണ്ണം കൂടിയതോടെ പല കേന്ദ്രങ്ങൾക്കും കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടി വന്നു. 7ഉം 8ഉം ജീവനക്കാരുള്ള കേന്ദ്രങ്ങളുമുണ്ട്. കെട്ടിട വാടക, വൈദ്യുതി നിരക്ക്, ജീവനക്കാരുടെ വേതനം എന്നിവയുമായി നോക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം കുറവായതാണ് പ്രതിസന്ധിക്ക് കാരണം. 2018 സേവന നിരക്കാണ് ഇപ്പോഴും. നിരക്ക് ഉയർത്തണമെന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. അനധികൃത സേവന കേന്ദ്രങ്ങളുടെ കടന്നുകയറ്റവും തിരിച്ചടിയായെന്ന് അക്ഷയ സംരംഭകർ പറയുന്നു. ബാങ്കിംഗ് ഉൾപ്പെടെ സർക്കാർ സ്വകാര്യ മേഖലകളിലായി 100ലേറെ സേവനങ്ങൾ സംസ്ഥാനത്തെ 2600ലേറെ വരുന്ന അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നൽകുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തിയും സേവനം നൽകുന്നു. കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വീട്ടുപടിക്കൽ സേവനം നൽകുന്നതിന് നേരത്തെ 150 രൂപയായിരുന്നു വാങ്ങിയിരുന്നത്. അത് പിന്നീട് സർക്കാർ 50 രൂപയായി കുറച്ചു. അക്ഷയ സംരംഭകരുടെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുമെന്ന് കൃഷിമന്ത്രി കൂടിയായ പി പ്രസാദ് പറഞ്ഞു. ഓരോ അക്ഷയ കേന്ദ്രത്തെയും മുന്നിൽ നിന്ന് നയിക്കുന്ന, അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റി തീർത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇനിയും ദീർഘകാലം മലയാളത്തിൻ്റെ മണ്ണിൽ വിശ്വാസ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പര്യായമായി അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേറെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്ന് അറിയാതെയല്ല ഇതെല്ലാം പറയുന്നത്. കേവലമായൊരു ആശംസകൾ കൊണ്ടോ ആശ്വാസവാക്കുകൾ കൊണ്ടോ മാത്രം എല്ലാത്തിനും പരിഹാരമാവുകയില്ല എന്നും അറിയാം. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനായി കൂടെ ഉണ്ടാകും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഈ കാര്യങ്ങൾക്കകത്ത് ഗൗരവതരമായ നിലപാട് തന്നെ സ്വീകരിക്കുക തന്നെയും അതാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നതും. എല്ലാവിധമായ പിന്തുണയും പിൻബലവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങളുടെ ഈ വാർഷിക ആഘോഷവേളയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു.